കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദീഖ് രാജിവെക്കുന്നത്. സിദ്ദീഖിനെതിരെ ഒരു നടിയുടെ ആരോപണം ഉയർന്നു വരുന്നു. ആ ആരോപണത്തിന്റെ സാഹചര്യത്തിൽ നടൻ സിദ്ദീഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു. സിദ്ദീഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിനു പിന്നാലെ അമ്മ അടുത്ത ജനറൽ സെക്രട്ടറിയായി പരിഗണിച്ചിരുന്നത് നടൻ ബാബുരാജിനെയായിരുന്നു. കാരണം ബാബുരാജാണ് നിലവിൽ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി. ആ ബാബുരാജിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രൊമോഷൻ നൽകാമെന്നുള്ളതായിരുന്നു അമ്മയുടെ ഒരു നിലപാട്, അല്ലെങ്കിൽ അമ്മയുടെ ഒരു നീക്കങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ബാബുരാജും ഒരു കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ബാബുരാജിനെതിരെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വളരെ ഗുരുതരമായ ഒരു ലൈംഗിക പീഡന പരാതിയുമായി അല്ലെങ്കിൽ ആരോപണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന നടി, നാടകത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ബാബുരാജ് തന്റെ വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു. ആലുവയിലുള്ള തന്റെ വീട്ടിൽ സിനിമയിലെ മറ്റ് വ്യക്തികളൊക്കെയുണ്ട്, അവരെയൊക്കെ പരിചയപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നടൻ ബാബുരാജ് ഈ പെൺകുട്ടിയെ തന്റെ വീട്ടിലേക്ക് വിളിക്കുന്നത്. ആലുവയിലെ വീട്ടിലെത്തിയപ്പോൾ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ബാബുരാജ് ഒറ്റയ്ക്കായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ബാബുരാജ് അതിക്രൂരമായി സെക്ഷലി തന്നെ റേപ്പ് ചെയ്തു എന്നുള്ളതാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വെളിപ്പെടുത്തൽ. 2019 ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് വെളിപ്പെടുത്തുന്നത്. ഏതായാലും പുതിയ വെളിപ്പെടുത്തലിലൂടെ അമ്മ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. അങ്ങനെ ഇയാൾ എന്നെ ആലുവയിലുള്ള വീട്ടിൽ വെച്ചിട്ട് എന്നെ സെക്ഷലി റേപ്പ് ചെയ്ത ആളാണ് മിസ്റ്റർ ബാബുരാജ്. അത് അന്ന് ഒരുപാട് സങ്കടവും വിഷമങ്ങളും, ഒന്നും എന്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല. അങ്ങനെ എനിക്ക് അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ എന്നെ പിറ്റേ ദിവസമാണ് അവിടുന്ന് വിടുന്നത്. ബാബുരാജ് എന്ന ആള് ഇദ്ദേഹം സിനിമയിൽ ചാൻസ് തരാം എന്ന് പറഞ്ഞപ്പോ, നമുക്കറിയാം മലയാള സിനിമയിലെ അത്യാവശ്യം എല്ലാ പ്രമുഖ നടന്മാരോടൊപ്പം അഭിനയിച്ച ഒരാളാണ് ബാബുരാജ്. അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ സിനിമയിൽ കയറി പറ്റാം, നല്ല റോളുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് ഇദ്ദേഹം എന്റെ അടുത്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ ആലുവയിലുള്ള വീട്ടിൽ വരിക, അവിടെ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ ഉണ്ട്, അപ്പൊ കഥയൊക്കെ ഡിസ്ക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല റോള്, ബെറ്റർ റോള് തരാം, എന്താ പറയാ, ഓൾ ഔട്ട് റോൾസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കപ്പോ ഈ എറണാകുളം എങ്ങനെയാ പോകണ്ടേ ഒന്നും അറിയില്ല. ലൈൻ ബസ്സിൽ കയറിയാണ് ഞാൻ പോകുന്നത്. കുറച്ച് ദൂരെ എറണാകുളത്ത് നിന്ന് എന്റെ വീട്. അപ്പം ഞാനവിടെ എത്തുമ്പോ ഒരു ഉച്ച സമയമായി. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ. അപ്പൊ അവര് വരാൻ കുറച്ച് വൈകും, എല്ലാവരും കുറച്ച് തിരക്കിലാണ്, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് താഴെ പുള്ളിയുടെ 2 നില വീടാണ് ആലുവയിലുള്ള വീട്. അവിടെ താഴെ ഒരു റൂം എനിക്ക് തന്നു, ഇവിടെ റെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ച സമയത്ത് ഇയാള് ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഡോറ് തുറക്കുകയും അകത്ത് കയറി ഡോറ് ലോക്ക് ചെയ്യാണ് ചെയ്തത്. പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. താന് അത് പറയാൻ എനിക്ക് പറ്റൂല. അങ്ങനെയുള്ള വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യാണ് ചെയ്തത്. നമ്മളതിന് ഓക്കെ ആണോ ആണല്ലയോ അതൊന്നും ഇവർക്കൊരു വിഷയമല്ല. ഇവർ വിചാരിക്കുന്നത് എല്ലാ കുട്ടികളും ഇങ്ങനെയാണ് എന്നുള്ള ധാരണയിലാണ് ഇവരിയ്ക്കുന്നത്. കാരണം പല പെൺകുട്ടികളും റോള് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ എന്താ പറയാ, അവരുടെ ഇത് സേഫായിട്ട് നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് എന്താണോ എത്തിക്സ് ആയിട്ട് നമ്മൾ കരുതി വെക്കണം, അതൊക്കെ അവർ ചിലപ്പോ കൊടുക്കാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്തിനും സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിയുടെയും ജീവിതം അവര് മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നാരെ അങ്ങനെയാണ്, ഇവർക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുക, അല്ലെങ്കിൽ സിനിമയിൽ അത്ര ആഗ്രഹമുള്ള കുട്ടിയാണോ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇവർ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാം. അങ്ങനെ ഇയാൾ എന്നെ ആലുവയിലുള്ള വീട്ടിൽ വെച്ചിട്ട് എന്നെ സെക്ഷലി റേപ്പ് ചെയ്ത ആളാണ് മിസ്റ്റർ ബാബുരാജ്. അത് അന്ന് ഒരുപാട് സങ്കടവും വിഷമങ്ങളും, ഒന്നും എന്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല. അങ്ങനെ എനിക്ക് അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ എന്നെ പിറ്റേ ദിവസമാണ് അവിടുന്ന് വിടുന്നത്. അന്ന് അതെനിക്കിപ്പോ പറയുമ്പോ തന്നെ സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ നല്ല സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് ഇവരൊക്കെ ഇങ്ങനെയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ നമ്മൾ മെന്റലി ഒരുപാട് വിഷമങ്ങൾ നമുക്ക് അതിൽ ഫീൽ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ സാഹചര്യം കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. അതേപോലെ ഈ ബാബുരാജ് എന്ന് പറഞ്ഞ ആള് പല എന്താ പറയാ മോശമായിട്ട് സംസാരിക്കുകയും ചാറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ
അർഹതയുള്ളവർക്ക് അർഹമായ സ്ഥാനം കിട്ടണം. ബാബുരാജ് ഒന്നും ഒരിക്കലും ഇതിന് അർഹനല്ല. എന്നെ പോലെ പല പെൺകുട്ടികൾക്കും ഇയാളിൽ നിന്ന് പല അനുഭവങ്ങളും ഉള്ളത് എനിക്കറിയാം. പക്ഷെ അവരിൽ പലവരും ഇപ്പോ ഓൾറെഡി ഒരു മാരീഡ് ലൈഫ് കൊണ്ടുപോകുന്ന ആൾക്കാരായതുകൊണ്ട് ഒരുപക്ഷെ അവരുടെ സാഹചര്യം ഇപ്പൊ അങ്ങനെ ആയിരിക്കും. ഒന്നും പുറത്ത് പറയാനോ വെളിപ്പെടുത്താനോ അവരാരും ഉദ്ദേശിക്കുന്നില്ല. കാരണം ലൈഫല്ലേ എല്ലാവർക്കും ഇമ്പോർട്ടന്റ്. എനിക്ക് ഇത്രയും പറയാൻ അവസരം കിട്ടിയത് എന്റെ ഹസ്ബൻഡിനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ലൈഫിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്കൊന്നും മറച്ചു വെക്കാനില്ല. എന്റെ സത്യസന്ധത കൊണ്ടാണ് എനിക്കൊരു ലൈഫ്, നല്ലൊരു ജീവിതം എനിക്ക് കിട്ടി. പിന്നെ അതേപോലെ തന്നെ പല നടന്മാര്, മിസ്റ്റർ ഷൈൻ ടോം ചാക്കോ, അതുപോലെ ഞാന് ആ ആളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്നെ 1-2 ആള് ബന്ധപ്പെടുകയും സിനിമയിൽ റോൾ ഉണ്ടെന്ന് പറയുകയും അതിനനുസരിച്ച് ഓൺ ദി സ്പോട്ടിൽ വിളിച്ചിട്ട് 1 മണിക്കൂറിനുള്ളിൽ ഫ്ലൈറ്റ് കയറുക, വയനാട്ട് വരിക എന്നൊക്കെ പറഞ്ഞാല് പെട്ടെന്ന് എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ പലരെയും ബന്ധപ്പെട്ടപ്പോ അവർക്ക് പറയേണ്ടി വന്നു എനിക്ക് ആ സിനിമയിൽ റോളില്ല. എന്നെ അവര് വിളിക്കുന്നത് എന്റെ ഫോട്ടോ കണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് അയാളോടൊപ്പം 2 ദിവസം ചില്ലൗട്ട് ചെയ്യണമെന്ന് അവരെന്നോട് ഓപ്പണായിട്ട് പറഞ്ഞു. ഞാൻ അതിനെ എതിർത്ത ആളാണ്.